നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ 20-ാം തീയതി, അതായത് സെപ്റ്റംബർ മാസം 20-ാം തീയതി നടന്ന വോട്ടെടുപ്പിൽ വലിയ ക്രമക്കേടുണ്ടായി എന്നുള്ളത് വെറുമൊരു ആരോപണമായിരുന്നില്ല. ഓരോരോ പോളിംഗ് ബൂത്തുകളിലും അധികമായി ചേർക്കപ്പെട്ട പേര് വിവരങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ പല രീതിയിലുള്ള കൃത്രിമ വിവരങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന ആരോപണം അതിശക്തമായപ്പോഴാണ് പ്രതിപക്ഷ പാർട്ടികളെ യോഗത്തിന് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർത്തത്. എന്നാൽ ആ യോഗത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരാവശ്യവും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ പരസ്യമായി കളിയാക്കുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കുന്ന കാഴ്ചയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രതിപക്ഷ MLA-മാർ ബഹിഷ്കരിച്ചത്. നമുക്കറിയാം, കോൺഗ്രസിലെ 16 MLA-മാരും ഉദ്ധവ് വിഭാഗത്തിന് 20 MLA-മാരും ശരത് പവാർ വിഭാഗത്തിന് 10 MLA-മാരും മാത്രമേ ഉള്ളൂ. എന്നാൽ 2024 ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനം കോൺഗ്രസിന് 13 MP-മാരെയും ശരത് പവാറിന് 8 MP-മാരെയും ഉദ്ധവ് വിഭാഗത്തിന് 9 MP-മാരെയും സമ്മാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറേക്കും കോൺഗ്രസിനും ശരത് പവാറിനും കൃത്യമായി അറിയാം, ഇത് അട്ടിമറി തന്നെയാണ്. എന്തൊക്കെ ഫ്രീബീസ് പൊളിറ്റിക്സ് പറഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ സൗജന്യ പാക്കേജ് നൽകും എന്ന് BJP വാഗ്ദാനം ചെയ്താലും ഹിഡൻ അജണ്ട എന്താണ് BJPയുടേതെന്ന് കൃത്യമായി മറാത്തികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള തിരിമറി എങ്ങനെയാണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടന്നില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കൃത്യമായും ഭരണവുമായി മുന്നോട്ട് പോകാം എന്ന് കരുതണ്ട എന്ന ഭീഷണി തന്നെയാണ് ആദിത്യ താക്കറെ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഉദ്ധവ് താക്കറെ നേതാവായിട്ടുള്ള ഉദ്ധവ് വിഭാഗത്തിൻ്റെ ശക്തനും കരുത്തനുമായ യുവസാരഥിയായ ആദിത്യ താക്കറെ തന്നെയാണ്. സഞ്ജയ് റാവത്ത് പറഞ്ഞതുപോലെ ശരത് പവാറിന് വലിയ മേൽക്കൊയ്മയുള്ള മഹാരാഷ്ട്രയിൽ മരുമകൻ അജിത് പവാർ എന്ത് കളികൾ കളിച്ചാലും 40 സീറ്റിനപ്പുറത്തേക്ക് പോകുന്നത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. കാരണം അജിത് പവാർ വിഭാഗത്തിന് അത്രയേറെ ജനപ്രീതി ഇടിഞ്ഞു എന്നുള്ളത് നിരവധിയായിട്ടുള്ള സർവേ റിപ്പോർട്ടുകളിൽ വന്നതാണ്. ഇതൊരു കള്ളക്കളിയുടെ ഭാഗമാണ് എന്ന് തുടക്കം മുതലേ പറഞ്ഞിരുന്നു. അതിന് ഏറ്റവും എളുപ്പം നന്ദേദ് മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ തന്നെ മനസ്സിലാകും. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 7.83% വോട്ട് ഷെയറാണ് അധികമായി പോൾ ചെയ്യപ്പെട്ടത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ വലിയ തോതിൽ ക്രമക്കേടുണ്ടായതിൻ്റെ സർവ്വരേഖകളും പ്രതിപക്ഷം ഹാജരാക്കിയിട്ട് പോലും, അതിൻ്റെ നിബന്ധനകൾ പറഞ്ഞിട്ട് പോലും ദേവേന്ദ്ര ഫട്നാവിസിനെ അധികാരത്തിലേറ്റാനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ വെമ്പൽ ഇത് കരുതിക്കൂട്ടി ചെയ്തത് ആണെന്നേ പറയാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത്. പ്രതിപക്ഷം വേണ്ടേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്കാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പോക്കെങ്കിൽ ഈ രാജ്യം ആപത്ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരു ഇലക്ഷൻ ഒരു രാജ്യം എന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കി അതുവഴി ഏകാധിപത്യ ഭരണം തന്നെയാണ് നടപ്പിലാക്കാനുള്ള ശ്രമമെങ്കിൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഒരു സംഹിത തന്നെ നാളെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ ആദ്യ ചുവടാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് എന്ന് ഉദ്ധവ് താക്കറെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്.